അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റംസാൻ നിലാവിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് നിലാവ്, റംസാൻ നിലാവ്. ഗ്രാമിക ടെലിവിഷനും SR പ്രൊഡക്ഷൻസും പ്രേക്ഷകർക്കായി ഒരുക്കിയ പെരുന്നാൾ ഉപഹാരം. വ്രതനാളുകളുടെ ത്രൈദശ ദിനങ്ങൾക്ക് വിട. പുണ്യങ്ങൾ വാരിക്കൂട്ടിയ നിർവൃതിയിൽ വിശ്വാസികൾ പള്ളികളിലേക്ക്. തക്ബീറിന്റെ മന്ത്രധ്വനികളാൽ നാടും നഗരവും ഉണർന്നു. സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും നന്മയാർന്ന വഴികളിലേക്ക്. അഴകായി അഴകായി റംസാൻ നിലാവിനഴകായി നിറവായി ശ്രുതിയായി റംസാൻ നിലാവ് തെളിവായി. അഴകായി അഴകായി റംസാൻ നിലാവിനഴകായി നിറവായി ശ്രുതിയായി റംസാൻ നിലാവ് തെളിവായി. വാനത്തമ്പിൽ കീറി തെളിഞ്ഞു സന്തോഷം വന്നേ, വിശ്വാസികളാൽ ഉന്മ പരത്തി റമളാനും വന്നേ. വാനത്തമ്പിൽ കീറി തെളിഞ്ഞു സന്തോഷം വന്നേ, വിശ്വാസികളിൽ ഉന്മ പരത്തി റമളാനും വന്നേ. അഴകായി അഴകായി റംസാൻ നിലാവിനഴകായി നിറവായി ശ്രുതിയായി റംസാൻ നിലാവ് തെളിവായി. അഴകായി അഴകായി റംസാൻ നിലാവിനഴകായി നിറവായി ശ്രുതിയായി റംസാൻ നിലാവ് തെളിവായി. കേരളത്തിൽ ഇന്ന് കാണുന്ന ബുർദ വിപ്ലവത്തിന് തേരോട്ടം നടത്തുന്ന തളിപ്പറമ്പ് ഇമാം ബൂസൂരി ബുർദ ഫൗണ്ടേഷൻ ഡയറക്ടർ അബ്ദുസമദ് അമാനി പട്ടുവം റംസാൻ നിലാവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആശംസകൾ അറിയിക്കാൻ വേണ്ടി ഇപ്പോൾ ലൈനിലുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അബ്ദുസമദ് അമാനി പട്ടുവം, ഇത് റംസാൻ നിലാവിൽ നിന്ന് വിളിക്കുകയാണ്. അതെ അതെ. ഓക്കെ, പെരുന്നാളൊക്കെ എങ്ങനെ, ഉഷാറാണോ? വളരെ സന്തോഷം, വളരെ സന്തോഷാണ്. മാസമൊക്കെ കണ്ട് ഉഷാറായിരിക്കുകയാണ്. അതെ. നമ്മുടെ റംസാൻ നിലാവില് 10-18 ദിവസമായിട്ട് ഒരു പ്രോഗ്രാമും ഇമാം ബൂസൂരി ഫൗണ്ടേഷൻ നേതൃത്വത്തിലുള്ള ബുർദയൊക്കെ ഉണ്ട്. ഉസ്താദ് ആ സമയത്ത് വിദേശ പര്യടനത്തിലായതുകൊണ്ടാണ് ഉസ്താദിനെ ഉൾപ്പെടുത്താതിരുന്നത്. അതെ, ഞാൻ കുട്ടികളെ വിളിച്ചിരുന്നു. വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു റമദാനിൽ അങ്ങനെ ഒരു പരിപാടി നേതൃത്വം നൽകാനുള്ള ഒരു നിങ്ങളുടെ ശ്രമം. ഓക്കെ, അത് വളരെ സന്തോഷമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് പ്രേക്ഷകർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂത്തുപറമ്പുള്ള ഗ്രാമിക ടെലിവിഷനിലൂടെയാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ എപ്പിസോഡിലാണുള്ളത്. അപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ ഇപ്പം അബ്ദുസമദ് അമാനി പട്ടുവും വന്നിരിക്കുക. തീർച്ചയായും ബുർദ പ്രസ്ഥാനത്തിന്, ബുർദയുടെ ഈ വിപ്ലവത്തിന് തേരോട്ടം നടത്തുന്ന സമദ് അമാനി ഉസ്താദിന് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് റംസാൻ സന്ദേശമായിട്ട്? റംസാൻ സന്ദേശമായി പറയാനുള്ളത്, റംസാനിൽ നാം നേടിയ ത്യാഗവും ത്യാഗബോധവും സഹനവും ഒക്കെ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടുപോകണം എന്നതാണ് എനിക്ക് സമൂഹത്തോട്, ഈ പ്രേക്ഷക സമൂഹത്തോട് പറയാനുള്ളത്. റംസാൻ എന്നത് നമുക്ക് മറ്റുള്ളവന്റെ, പാവപ്പെട്ടവന്റെ വിശപ്പ് പഠിപ്പിക്കുന്ന, വിശക്കുന്നവന്റെ പ്രയാസങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മാസമാണ്. ഒരുപാട് പാഠങ്ങൾ റംസാനിലുണ്ട്. അത് പഠിച്ചുകൊണ്ട് നമ്മുടെ തുടർന്നുള്ള 11 മാസത്തെ ജീവിതം സംശുദ്ധമാക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഉള്ളത് അതാണ്. ഓക്കെ, അതിലുപരി ഉസ്താദ് പിന്നെ തളിപ്പറമ്പിൽ നടവെച്ച കഴിഞ്ഞ ബലിപെരുന്നാൾ ദിനത്തില് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഇഷ്കെ റസൂൽ, ആ ഇഷ്കെ റസൂൽ പ്രോഗ്രാം ഈ ചെറിയ പെരുന്നാളിനെ കണ്ണൂരിൽ വെച്ച് നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഉസ്താദാണ് അതിന് നേതൃത്വ സ്ഥാനത്തൊക്കെ ഉള്ളത്. എന്താണ് ആ പ്രോഗ്രാമിനെ കുറിച്ച് ജനങ്ങളോട്, നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞങ്ങളുടെ ആ പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഒന്ന് പ്രവാചകന്റെ പ്രകീർത്തനം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്രവാചകന്റെ പ്രകീർത്തനം പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ ഉള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അതിനിടക്കാലത്ത് ചില ആളുകളൊക്കെ ചില കുപ്രചരണങ്ങൾ അതിനെതിരെ നടത്തിയിരുന്നു. അതിനെതിരെ പാരമ്പര്യത്തിലേക്കുള്ള ശക്തമായ തിരിച്ചുപോകൽ, അതാണ് യഥാർത്ഥത്തിൽ ഇമാം ബൂസൂരി ഫൗണ്ടേഷൻ ലക്ഷ്യമിട്ടത്. അൽഹംദുലില്ലാഹ്, സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് കേരളത്തിൽ വലിയ ഒരു വിപ്ലവം തന്നെ ആ രംഗത്ത് കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ചെറുപ്പക്കാർ അശ്ലീല ഗാനങ്ങളും മറ്റൊക്കെ ഇഷ്ടപ്പെടുകയും അതിനോട് താല്പര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാര് പ്രവാചക പ്രകീർത്തനങ്ങളോട് വല്ലാത്ത ഒരു പ്രേമം, വല്ലാത്ത ഒരു ആവേശം പല ചെറുപ്പക്കാർക്കും ഉണ്ടായിട്ടുണ്ട് എന്നത്
ഞങ്ങളുടെ ഈ വിപ്ലവത്തിന്റെ ഒരു നല്ല ഫലമായി ഞങ്ങൾ കാണുകയാണ്. ഓക്കെ ഉസ്താദ്, തളിപ്പറമ്പ് വെച്ച ഈ ഒരു പ്രോഗ്രാം ബലിപെരുന്നാളിനായിരുന്നു. ഇത്തവണ അത് ചെറിയ പെരുന്നാളിലേക്ക് മാറ്റിയിരിക്കുക. പെരുന്നാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രോഗ്രാം വെക്കുന്നതിന് പിന്നിൽ വല്ല ലക്ഷ്യമുണ്ടോ? ഞങ്ങൾ പെരുന്നാൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം, പെരുന്നാൾ പലപ്പോഴും നമ്മുടെ ആത്മീയതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ദിനമായി മാറുക എന്നതാണ് സമകാലിക സമൂഹത്തിന്റെ ഒരു അനുഭവം. പെരുന്നാൾ എല്ലാവിധ വൃത്തികേടുകൾക്കും പെരുന്നാൾ വേദിയാകുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഒരു അമുസ്ലിം സഹോദരൻ ഒരു പത്രത്തിലേക്ക് എഴുതിയ ഒരു കുറിപ്പ് എന്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ സാധാരണ മദ്യപിക്കാറുള്ള ഞങ്ങൾക്ക് പെരുന്നാൾ ദിവസം മദ്യം ലഭിച്ചിട്ടില്ല എന്ന വേദനയോടുകൂടിയുള്ള ഒരു എഴുത്ത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ അത്രയും ഏത് കൂത്താട്ടങ്ങൾക്കും ഈ പെരുന്നാൾ ദിനം വേദിയാകുന്നു എന്ന ഒരു ദുഃഖകരമായ ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ പെരുന്നാളിലെ ചെറുപ്പക്കാരെ, പെരുന്നാളിന്റെ ആഘോഷം അത് ആത്മീയമായിരിക്കണമെന്ന ഒരു ലക്ഷ്യം കൂടി പെരുന്നാൾ ദിനത്തിൽ ഞങ്ങൾ ഈ പരിപാടി വെക്കുന്നുണ്ട്. അത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വലിയൊരർത്ഥത്തിൽ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് അനുഭവം. ഓക്കെ, അപ്പോൾ ഈ ഇമാം ബൂസൂരി ഫൗണ്ടേഷൻ 10 വർഷത്തോളമായിട്ട് തളിപ്പറമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം ബൂസൂരി ഫൗണ്ടേഷൻ ഈ ബുറുദ കേരളത്തിലേക്ക് ഇന്ന് വ്യാപിച്ചു കിടക്കുന്നത് ഈ ഇമാം ബൂസൂരി ഫൗണ്ടേഷന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ബുറുദ പിന്നുമായിട്ട് താങ്കൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഒരു പ്രചോദനമായത് ഈ ബുറുദയുമായിട്ട് പെട്ടെന്ന്? കാരണം ആ സമയത്തൊന്നും ഇങ്ങനെയുള്ള ഒരു തരംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് ഇന്നത്തെ പോലെയുള്ള ഒരു ട്രെൻഡുകളോ അതുപോലെയുള്ള ഇതൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നും ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയും ചെറുപ്പക്കാരുടെ താല്പര്യവും മനസ്സിലാക്കുകയും ചെറുപ്പക്കാർക്ക് സംഗീതത്തോടും അത്തരം കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുക, അത് നല്ല വഴിയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമുമായിട്ട് ഇത്തരം ഒരു നമ്മുടെ മതത്തിന് അനുകൂലിക്കാവുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നാം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അത് നല്ല ഗുണഫലങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. തീർച്ചയായും ഉസ്താദ്, പിന്നെ ഈ പ്രോഗ്രാമുകൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഈ പ്രോഗ്രാം അനുഭവം അങ്ങനെയാണ്. തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പെരുന്നാളിൽ കണ്ണൂരിൽ വെച്ച് നടത്തുന്ന ഇഷ്കെ റസൂൽ പ്രോഗ്രാം, ഈ എല്ലാ പ്രോഗ്രാമിനും റംസാൻ നിലാവിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ ഞങ്ങളുമായി സഹകരിച്ചതിന് അബ്ദുസ്സമദ് അമാനി പട്ടുവത്തിന് റംസാൻ നിലാവിന്റെയും എന്റെയും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഓക്കെ.